പത്തനംതിട്ട ഓമല്ലൂരിലെ വൃദ്ധസദനത്തിലെ കുട്ടികളോടുള്ള കൊടും ക്രൂരതയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കട്ടപ്പന സ്വദേശിയായ കുട്ടിയെ കൂടാതെ മറ്റൊരു കുട്ടിയോടും സമാന ക്രൂരതകൾ നടത്തിയിട്ടുണ്ട്. പരിക്കേറ്റ കോട്ടയം സ്വദേശിയുടെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. 17-കാരന് കാലിനും കൈക്കും പുറത്തും പരിക്കേറ്റ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. കുട്ടിയെ ശിശുക്ഷേമ സമിതി ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റിയിരുന്നു. ഏലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്ററിന്റെ ഉടമസ്ഥതയിലുള്ള വൃദ്ധസദനത്തിലാണ് ബാലവേലയും ക്രൂരമർദ്ദനവും നടന്നത്. വിശദാംശങ്ങളുമായി ശ്രീരാജ് ബാബുവാണ് വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീരാജ്, വലിയ ക്രൂരതയും വലിയ നീതി നിഷേധവുമാണ് ഈ കുട്ടികൾക്ക് അവിടെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. കാരണം അതിന് സാധൂകരിക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നു കഴിഞ്ഞു. ഇന്നലെയും ഇതേ സമാനമായ പരാതിയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ സത്യത്തിൽ ഇവിടെ എത്ര കുട്ടികളാണ് നിലവിൽ ഇവർ താമസിപ്പിച്ചിരിക്കുന്നത്? ആരെയൊക്കെയാണ് ഈ തരത്തിൽ ബാലവേല ചെയ്യിപ്പിച്ചും മറ്റും അടിച്ചുമൊക്കെ നിലവിൽ അവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത്? എന്താണ് ഇത് സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ശ്യാമിലി, അതായത് കഴിഞ്ഞ ദിവസം ഇടുക്കി സ്വദേശിയായ 17 വയസ്സുകാരന് നേരെ ഉണ്ടായ ശാരീരിക അതിക്രമങ്ങളുടെയും ബാലവേലയുടെയും വിവരമായിരുന്നു ആ കുടുംബം പുറത്തു കൊണ്ടുവന്നത്, കുടുംബം പങ്കുവച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ആ വിഷയത്തിൽ കേസെടുക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ CWC ഈ വൃദ്ധസദനത്തിൽ നടത്തിയ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് മറ്റൊരു കുട്ടി കൂടി സമാനമായ തരത്തിൽ ശാരീരിക ഉപദ്രവവും ഇവരുടെ പീഡനവും നേരിട്ടു എന്ന തരത്തിൽ വ്യക്തമാകുന്നത്. ആ കുട്ടിയെ പിന്നീട് CWC അധികൃതർ തന്നെ മറ്റൊരു ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റുകയും ചെയ്തു. ആ കുട്ടിയുടെയും ദേഹമാസകലം അടികൊണ്ട പാടും പൊള്ളിച്ച പാടുമടക്കം ഉണ്ട്. കാര്യമായ മുറിവുകളും ശരീരത്തിലുണ്ട്. പുറത്താകമാനം അടിച്ച പാടുകളാണ്, ചൂരലോ മറ്റു വടികളോ ഉപയോഗിച്ച് അടിച്ച പാടുകളാണ് ഈ കുട്ടിയുടെയും പുറത്തുള്ളത്. 2 കുട്ടികളായിരുന്നു നിലവിൽ അവിടെ ഉണ്ടായിരുന്നതെന്നാണ് CWCയിൽ നിന്നും ലഭിക്കുന്ന വിവരം. അതിലൊരാൾ നേരത്തെ തന്നെ ഈ പ്രശ്നം കാരണം നിർത്തിപ്പോവുകയും മറ്റൊരാളെ ഇപ്പോൾ ഈ CWC രണ്ടാമതായി കോട്ടയം സ്വദേശിയായ 17 വയസ്സുകാരനെ CWC ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റുകയും ചെയ്തു. പ്രധാനമായും പോലീസ് അന്വേഷിക്കുന്നത് മുൻപും സമാനമായ തരത്തിൽ ഏതെങ്കിലും കുട്ടികളെ ഇത്തരത്തിൽ ഇവിടെ ശാരീരികമായി ഉപദ്രവിക്കുകയും അതുപോലെ തന്നെ ബാലവേല എടുപ്പിക്കുകയും ചെയ്തിട്ടുണ്ടോ എന്ന കാര്യമാണ് പോലീസ് വിശദമായി പരിശോധിക്കുന്നത്. നിലവിൽ 3 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഈ വൃദ്ധസദനത്തിന്റെ മാനേജറും മറ്റ് 2 ജീവനക്കാർക്കെതിരെയാണ് നിലവിൽ കേസെടുത്തിട്ടുള്ളത്. ബാലവേല, ആയുധം ഉപയോഗിച്ച് ആക്രമിക്കൽ, തടഞ്ഞുവയ്ക്കൽ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. എന്തായാലും കൂടുതൽ ആളുകൾ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടോ, കൂടുതൽ കുട്ടികൾ ഈ പീഡനത്തിന് ഇരയായിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് നിലവിൽ പോലീസ് പരിശോധിക്കുന്നത്. ശ്യാമിലി, ശരി.